മഴയ്ക്ക് ശക്തി കൂടിയതോടെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ കെടുതികളും തുടങ്ങി. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. കല്ലേരിക്കര ഭാഗത്താണ് മതിലിടിഞ്ഞത്. വിമാനത്താവള പ്രദേശത്ത് നിന്നും കനത്ത കുത്തൊഴുക്ക് വന്നതിനാലാണിത്. വിമാനത്താവളത്തിന്റെ മതിൽക്കെട്ട് തകർത്ത് വെള്ളം ഒഴുകിയതിനാൽ സമീപത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ വീട് മതിലും തകർന്നു. ബഹ്റിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. ദേശീയപാതയിൽ തളിപ്പറമ്പിനും പയ്യന്നൂരിനുമിടയിലുള്ള കുപ്പം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി തകർന്നു. പഴയങ്ങാട് റെയിൽവേ അടിപ്പാതയിലും മാടായി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് മുന്നിലും വെള്ളക്കെട്ടുണ്ടായി. കണ്ണൂരിൽ ബീച്ചിലേക്കുള്ള പ്രവേശനം തടഞ്ഞു. ശക്തമായ മഴയും കടൽക്ഷോഭവും കണക്കിലെടുത്താണ് നടപടി. പയ്യാമ്പലം, മുഴപ്പിലങ്ങാട്, ധർമ്മടം എന്നീ ബീച്ചുകളിലേക്കാണ് പ്രവേശനം നിരോധിച്ചത്. DTPC സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. ഇന്നലത്തെ അത്രയും മഴ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു ജില്ലയിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. എന്നാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. വെള്ളിയാഴ്ചയോടെ കാലവർഷം വീണ്ടും സജീവമാകാനാണ് സാധ്യത. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുന്നു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.